വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞ് നീണ്ടപാറയിലെ ജനങ്ങൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനക്കൂട്ടമെത്തി കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നതിനെതിരെയാണ് ജനങ്ങൾ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചത്. ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഇതിനൊരു പരിഹാരം കാണാതെ സമരത്തിൽ നിന്നും പിന്തിരിയില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. കവളങ്ങാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ തുടർച്ചയായി കാട്ടാനക്കൂട്ടമെത്തി കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. വർദ്ധിച്ച് ഈ പ്രദേശം ഒരു മനുഷ്യൻ ജീവിക്കുന്നതിൽ ഒരു പറമ്പിൽ ഒരു ആദായവും ഇല്ല. ഈ ഫോറസ്റ്റുകാരും ഈ റേഞ്ച് ഓഫീസർ ഈ DFO ഒക്കെ എവിടെ പോയി കിടക്കുന്നു? ഇവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും ജാഗ്രതാ കമ്മിറ്റി കൂടെ കൂടല്ലേ, കൂട്ടിയച്ച് ഇവരങ്ങ് പോകില്ലേ? എന്തെങ്കിലും ഇവിടെ നടപ്പിലുണ്ടോ? മാസത്തിൽ ഒന്ന് വെച്ച് ജാഗ്രതാ കമ്മിറ്റി കൂടി ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് വിലയിരുത്തണമെന്നുള്ളതാണ് ഇവിടുത്തെ തീരുമാനം. അതെൻ്റെ തീരുമാനമല്ലത്, ആ ജാഗ്രതാ കമ്മിറ്റിയുടെ തീരുമാനം അത്. കൃഷിനാശം അന്വേഷിക്കാൻ വനപാലക സംഘം എത്തിയപ്പോൾ പീതാംബരൻ എന്ന കർഷകൻ വനം വകുപ്പിന്റെ വാഹനത്തിനു മുൻപിൽ ഇരുപ്പുറപ്പിച്ചു. തുടർന്ന് കൂടുതൽ പ്രദേശവാസികൾ സ്ഥലത്തെത്തുകയും വാഹനത്തിനു മുന്നിൽ റോഡിൽ അടുപ്പുകൂട്ടി കപ്പ പുഴുങ്ങിക്കഴിച്ചും പ്രതിഷേധിച്ചു. ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഉറപ്പു നൽകാതെ പിന്തിരിയില്ലെന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാന്നറിയാവോ, ഇത് ഞങ്ങളുടെ കൃഷിക്കാർക്ക് ഞങ്ങളുടെ നെഞ്ചിന് പിച്ചാത്തി കുത്തുന്നതിനേക്കാളും കഷ്ടമായിട്ടാണല്ലോ. മോളത്തെ ബേബിയുടെ അവിടെ വന്ന് നിങ്ങളൊന്ന് സന്ദർശിക്കുക വണ്ടി കൊണ്ട്. എന്റെ കമുക് അതിന്റെ ബുദ്ധിമുട്ട് എനിക്കേ അറിയത്തുള്ളൂ, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.